പെരിയാറിലേക്കുള്ള മാലിന്യമൊഴുക്ക് തുടർന്ന് കമ്പനികൾ മഴവെള്ളം ഒഴുക്കേണ്ട കാനയിലേക്ക് പൈപ്പ് വച്ചാണ് മാലിന്യം ഒഴുക്കിയത്. ഏലൂരിലെ CG ലൂബ്രിക്കൻസ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതികരിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് കറുത്ത നിറത്തിലുള്ള മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടതായി പരിസ്ഥിതി പ്രവർത്തകർ കണ്ടെത്തിയത്. കറുത്ത നിറത്തിൽ എണ്ണമയമുള്ള ദ്രാവകം പെരിയാറിൽ കലരുന്നതായി കണ്ടെത്തിയ പരിസ്ഥിതി പ്രവർത്തകർ ഏലൂർ മേഖലയിലെ വ്യവസായശാലകളെ നിരീക്ഷിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെയും പെരിയാറിലേക്ക് പൈപ്പ് വെച്ച് മാലിന്യമൊഴുക്കിയത് കണ്ടെത്തിയത്. മഴവെള്ളം ഒഴുക്കേണ്ട കാനയിലാണ് CG ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനം മാലിന്യമൊഴുക്കിയത്. കരിയോയിൽ ശുദ്ധീകരിക്കുന്ന കമ്പനിയാണിത്. 2:45 പല ബ്രിഡ്ജിന്റെ മുകളിൽ നോക്കി പെരിയാറിലേക്ക് കറുത്ത വെള്ളം ഒഴുകുന്നുണ്ട്. കാനയിൽ കൂടിയാണെന്ന് മനസ്സിലായി. എൻ്റെ സോഴ്സ് നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ ആ മൂലക്ക ഇത് DACയുടെ മഴവെള്ളം ഒഴുകിപ്പോകാനായിട്ട് അവർ പണിതിരിക്കുന്ന ഒരു കാനയാണത്. അപ്പോൾ ഈ കാനയിലേക്ക് കൂടിയാണ് ഇത് ഒഴുകിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെയാണെന്ന് മനസ്സിലായത്. ഇപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം PCBയുടെ നിരുത്തരവാദിത്വം തന്നെ. പെരിയാർ സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തി. കമ്പനി വളപ്പിൽ കയറി നടത്തിയ പരിശോധനയിൽ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഫാക്ടറിയിൽ നിന്ന് PCB സാമ്പിൾ ശേഖരിച്ചു. CG ലൂബ്രിക്കൻസ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന് സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ MA ഷിജു അറിയിച്ചു. സാമ്പിൾ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികളുണ്ടാകും. അത് മഴവെള്ളത്തിന് വേണ്ടി ഇട്ടേക്കുന്ന പൈപ്പാണെന്നാണ് പറയുന്നത് അവർ. അപ്പോൾ അതിൽ കൂടെയാണ് പുറത്തേക്ക് വേസ്റ്റ് വാട്ടർ വിട്ടിരിക്കുന്നത്. സ്റ്റാറ്റ് 3 സാമ്പിൾ എന്ന സാധനമുണ്ട്, അത് ഓൾറെഡി എടുത്തു നമ്മൾ. ശരിക്കും ട്രീറ്റഡ് വാട്ടർ പുറത്തേക്ക് കളയാനുള്ളതില്ല, സോക്ക് പിറ്റ് ആയിരിക്കും. അപ്പോൾ അവർ പുറത്തേക്ക് ട്രീറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ റോ വാട്ടറാണ്, വേസ്റ്റ് വാട്ടറാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യങ്ങളാണെന്ന കുഫോസ് പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. രാസമാലിന്യങ്ങൾ തള്ളുന്ന കമ്പനികൾക്കെതിരെ PCB കർശന നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. പെരിയാർ മലിനീകരണം സംബന്ധിച്ച് പഠിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കമ്മിറ്റി 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകും. ജനം, കൊച്ചി.